പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വാത്തിക്കുടിയിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം പരസ്യമായി. പഞ്ചായത്തിലെ മുതിർന്ന നേതാവും മുൻ DCC ജനറൽ സെക്രട്ടറിയുമായ വിജയകുമാർ മറ്റക്കരയാണ് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തന്റെ 45 വർഷത്തെ രാഷ്ട്രീയ ജീവിതം പാർട്ടി തകർത്തെന്നാണ് വിജയകുമാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാത്തതിലുള്ള അതൃപ്തിയാണ് വിജയകുമാറിന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നിൽ. വാത്തിക്കുടി പഞ്ചായത്തിൽ 16 സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. ഇതിൽ 12 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് കേരള കോൺഗ്രസിനുമാണ്. വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വിമതശല്യം ഒഴിവാക്കിയാണ് ഇപ്രാവശ്യം UDF മിന്നും വിജയം നേടിയത്. ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് സീനിയർ നേതാവ് പാർട്ടിക്കെതിരെ പൊട്ടിത്തെറിച്ചത്. മുൻ DCC ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കരയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പാർട്ടിക്കെതിരെ പ്രതികരിച്ചത്. 45 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിന് ഒരിക്കൽ പാർട്ടി പരിഹാരം കാണും എന്ന വിശ്വാസമാണ് തകർന്നത് എന്നാണ് വിജയകുമാർ തൻ്റെ പേജിൽ കുറിച്ചത്. ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയകുമാർ മറ്റക്കരയുടെയും ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും SC/ST കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് KK മനോജ്, വിനോദ് ജോസഫ്, ടോമി തെങ്ങുംപള്ളി എന്നീ 4 പേരുകളാണ് ഉയർന്നു വന്നത്. അവസാന നിമിഷം വിജയകുമാർ മറ്റക്കരയും അഡ്വക്കേറ്റ് KK മനോജിൻ്റെയും വിനോദ് ജോസഫിൻ്റെയും പേരുകൾ സജീവ പരിഗണനയിലും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഭൂരിപക്ഷം വിനോദിനായിരുന്നു. എന്നാൽ നേതൃത്വവുമായുള്ള സ്വാധീനത്തിൽ KK മനോജും വിജയകുമാറും തങ്ങളുടേതായ ബന്ധത്താൽ ചരടുവലികൾ തുടർന്നു. പല പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയ ജില്ലാ നേതൃത്വം പ്രസിഡന്റ് പ്രഖ്യാപനം മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഒടുക്കം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്തിന് 1 മണിക്കൂർ മുമ്പാണ് വിനോദിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകർ സന്തോഷത്തോടെ ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് വിജയകുമാർ മറ്റക്കര ഫേസ്ബുക്ക് പേജിലൂടെ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇതോടുകൂടി വിജയകുമാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പാർട്ടി അനുഭാവികളും രംഗത്ത് വന്നു. ഇവരിൽ ഭൂരിപക്ഷവും വിനോദിന് അനുകൂലവുമായിരുന്നു. ആദ്യ 2 വർഷമാണ് വിനോദ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് വലിയൊരു തർക്കത്തിലേക്ക് പോകുവാതിരിക്കുവാനുള്ള തന്ത്രമാണെന്നും 5 വർഷവും വിനോദ് തുടരുമെന്നുമാണ് നേതൃത്വവുമായി ബന്ധമുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തന്റെ കന്നി വിജയത്തിലാണ് വിനോദ് ജോസഫ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയത്. മുൻപ് ഇതേ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ ഡ്രൈവറായിരുന്ന വിനോദിന്റെ വിജയം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.